പാലക്കാട് കൊല്ലങ്കോട് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പരാതിയുമായി കുടുംബം. ആൺ സുഹൃത്ത് കബളിപ്പിച്ചെന്നും ഇതിന്റെ മനോവേദനയിലാണ് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം ആരോപിച്ചു. പാലക്കാട് കൊല്ലങ്കോട് കാച്ചാങ്കുറിശി അടയ്ക്കപ്പാറ സ്വദേശി ഗ്രീഷ്മയാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ശനിയാഴ്ചയാണ് ഗ്രീഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം വീട്ടുകാരെല്ലാം ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ഇവർ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് ഗ്രീഷ്മയെ മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലങ്കോട് ആലമ്പള്ളം സ്വദേശിയായ ആൺ സുഹൃത്തുമായി ഗ്രീഷ്മ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു. അടുത്തിടെ യുവാവിന് സൈന്യത്തിൽ ജോലി ലഭിച്ചു. സൈന്യത്തിൽ ജോലി കിട്ടിയ ശേഷം കാമുകൻ ഗ്രീഷ്മയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതായാണ് കുടുംബത്തിന്റെ ആരോപണം. ബന്ധം ഉപേക്ഷിച്ചതിന്റെ മനോവേദനയിലാണ് ജീവൻ ഒടുക്കിയതെന്ന് ഗ്രീഷ്മയുടെ കുടുംബം ആരോപിച്ചു. മരിക്കുന്നതിന്റെ തലേദിവസം ഗ്രീഷ്മ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. സൈന്യത്തിൽ ജോലി കിട്ടിപ്പോയ ശേഷം കാമുകൻ ഉപേക്ഷിച്ചുവെന്നും വിളിച്ചു സംസാരിക്കാൻ വഴിയുണ്ടാക്കണമെന്നുമായിരുന്നു പരാതി. ഇതിനു പിന്നാലെയാണ് ഗ്രീഷ്മ ജീവനൊടുക്കിയത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച ഗ്രീഷ്മയുടെ മരണത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. കൊല്ലങ്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗ്രീഷ്മയ്ക്ക് നീതി കിട്ടണമെന്നും സൈനികരായി ജോലി ചെയ്യാൻ അയാൾക്ക് അർഹതയില്ലെന്നും ഗ്രീഷ്മയുടെ ബന്ധുക്കൾ പറഞ്ഞു. അവൾക്ക് രാഹുലായിട്ട് ഒരു പയ്യനായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. 4 വർഷമായിട്ട് അവർ പ്രണയത്തിലായിരുന്നു. പിന്നീട് അവനെ ഇന്ത്യൻ ആർമി ജോലി കിട്ടി. 1 മാസം മുമ്പ് ഇവളോടും ഞങ്ങളോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഇവൻ ഇവളോട് പറഞ്ഞില്ല. ഞങ്ങളുടെ നമ്പറും എല്ലാം ബ്ലോക്ക് ചെയ്തു. അവൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവൻ ചെയ്തത്. പിന്നീട് അവൻ അവിടെ പോയതിന് ശേഷം കൂട്ടുകാരിൻ്റെ ഫോണിൽ നിന്ന് കോൺഫറൻസ് കോളിലിട്ടിട്ടാണ് ഇവർ തമ്മിൽ സംസാരിച്ചത്. ആ ഒരു ടൈമിലാണ് അവൻ ഇവളോട് പറഞ്ഞത് നമുക്ക് നിർത്താം, വേറെ എനിക്കൊരു റിലേഷൻ ഉണ്ടെന്ന് അവൻ പെങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോട് അവൾ പക്ഷേ അന്ന് തൊട്ട് ഭയങ്കര ഇതിലായിരുന്നു. അവൻ ഒരു ഇന്ത്യൻ ആർമിയിൽ ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിലാണ്. അവൻ നാളെ ജോയിൻ ചെയ്യാതിരിക്കാം. പക്ഷേ ഒരു രാജ്യം കാക്കാനുള്ള ഇതില്ല അവന്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. അവളിനെ പ്രണയിക്കണമെന്ന് പറഞ്ഞിട്ട് 4 വർഷം പ്രണയിച്ചിട്ട് അവസാനം ആ ഒരു ജോലി കിട്ടിയതും അവൻ അവളെ വിട്ടിട്ട് പോയി. ഒരു പെൺകുട്ടിനെ ചതിച്ചതും എങ്ങനെ ഒരു രാജ്യം കേൾക്കും? എങ്ങനെ അവനെ വിശ്വസിച്ചിട്ട് ഈ ഒരു ജോലി സർക്കാർ കൊടുക്കും? എൻ്റെ പെങ്ങൾക്ക് നീതി കിട്ടണം എന്ന് മാത്രമുള്ള ആഗ്രഹം. ഇതിനിടെ ഗ്രീഷ്മയുടെ വാട്സപ്പ് ചാറ്റുകളും പുറത്തുവന്നു. കാമുകൻ ഉപേക്ഷിച്ചതിനെക്കുറിച്ചും മറ്റുമൊക്കെയാണ് വാട്സപ്പ് ചാറ്റിൽ പറയുന്നത്.